ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ടെക്സ്റ്റ് ബുക്ക് മിറാൻഡ. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ ജാവയുടെ ഒരു വ്ളോഗുമാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വ്ളോഗിന് സ്പെഷ്യൽ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ സബ്സ്ക്രൈബർ സ്പെഷ്യൽ വ്ളോഗാണ്. ഞാൻ ഓൾറെഡി ഇതുപോലത്തെ ഒരു വീഡിയോ നേരത്തെ ചെയ്തായിരുന്നു. അതായത് ആർക്കെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആർക്കെങ്കിലും എന്തെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുകയോ ഇമെയിലായിട്ട് അറിയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എനിക്കറിയാവുന്ന പോർഷൻസ് ആണെങ്കിൽ ഞാനത് അടുത്തൊരു സ്പെഷ്യൽ വ്ളോഗായിട്ട് എടുക്കും. ഇന്ന് അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബറായ ദീപ ജോസിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കാണ് ആക്സസ് മോഡിഫയേഴ്സ് ആൻഡ് പാക്കേജസ്. അപ്പോൾ അതിനകത്ത് ഡൗട്ട്സ് ഉള്ളവരാണെങ്കിൽ നിങ്ങളത് ഫുൾ ഈ വീഡിയോ തന്നെ കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അവിടെ വീഡിയോയിലോട്ട് പോകാം. ആക്സസ് മോഡിഫയേഴ്സിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് പാക്കേജസ് എന്നാണെന്ന് അറിയണം. കാരണം ആക്സസ് മോഡിഫയേഴ്സ് പാക്കേജിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് പാക്കേജ് എന്താണെന്ന് നോക്കാം. പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരുപോലത്തെ ക്ലാസ്സസ്, ഇൻ്റർഫേസസ്, സബ് പാക്കേജസ് ഇതിനെല്ലാം കൂടെ ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്ത് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് ജാവയിൽ പാക്കേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പാക്കേജിന് ഞാൻ സിംപ്ലിഫൈ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫോൾഡേഴ്സും ഡയറക്ടറീസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഡി എന്നൊരു ഫോൾഡർ ഡയറക്ടറിക്കകത്ത് ഞാൻ എംപ്ലോയി എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. എംപ്ലോയിക്കകത്ത് തന്നെ കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ അങ്ങനെ പല പല ഫോൾഡേഴ്സ് കൊടുക്കുന്നു. അപ്പോൾ എന്താ യൂസ്, നെക്സ്റ്റ് ടൈം എനിക്ക് അതിൽ നിന്നൊരു പർട്ടിക്കുലർ ഫയൽ എടുക്കണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ഫയലാണെങ്കിൽ എനിക്ക് ആ പർട്ടിക്കുലർ ഫോൾഡർ പോയാൽ മതി. ഇപ്പം മറ്റ് ഒരു ഫോൾഡറിലാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ് അതിലോട്ട് പോയാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ യൂസേജാണ് നമുക്ക് ജാവയിലെ പാക്കേജസിനുള്ളത്. അപ്പോൾ ഞാൻ ഈ പാക്കേജസിലെ യൂസസ് ഞാനൊന്ന് പറയാം. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നെയിം കോൺഫ്ലിക്ട്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെയിം കോൺഫ്ലിക്ട്സ് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ ക്ലാസ്സസിന് സെയിം നെയിം യൂസ് ചെയ്യാൻ പറ്റും പാക്കേജസ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ എക്സാമ്പിൾ എംപ്ലോയി എന്നൊരു ക്ലാസ് നെയിം. ഓക്കെ, ഈ ക്ലാസ് നെയിം എനിക്ക് ഒന്നിൽ കൂടുതൽ ക്ലാസ്സസിന് യൂസ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ കമ്പ്യൂട്ടർ സയൻസിലെ ഒരു എംപ്ലോയി എന്നൊരു ക്ലാസ് ഫയൽ വേണം. അതുപോലെ തന്നെ മെക്കാനിക്കലിലെ അതിലെ ഒരു എംപ്ലോയി എന്നൊരു ക്ലാസ് നെയിം വേണം. അപ്പം ഇപ്പം നമ്മൾ സാധാരണ പാക്കേജസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നെയിം കോൺഫ്ലിക്ട്സ് വരും. നമുക്ക് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം സെയിം നെയിം തന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നമുക്ക് പാക്കേജസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പോസിബിളാണ്. അതാണ് ഒന്നാമത്തെ യൂസ്. രണ്ടാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ്, സെർച്ചിങ് ഓർ ലൊക്കേറ്റിംഗ് ആൻഡ് യൂസേജ് ഓഫ് ക്ലാസ്സസ്, ഇൻ്റർഫേസസ് ആൻഡ് എന്യൂമറേഷൻസ് ആനോട്ടേഷൻസ് ഈസിയർ. അതായത് നമ്മൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ക്ലാസ്സിനെയോ ഇൻ്റർഫേസിനെയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഈസിയർ ആയിരിക്കും. അത് രണ്ടാമത്തെ യൂസ്. മൂന്നാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈവസി കൊടുക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഈ പാക്കേജസിനുള്ളിൽ നമുക്ക് ഈ ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചില ഡാറ്റ നമുക്ക് ഗ്ലോബലായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സെറ്റ് ചെയ്യാം. ചിലതിന് പ്രൈവറ്റായിട്ട് മാത്രം ആക്സസ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അതാണ് മൂന്നാമത്തെ യൂസ്. നാലാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഹൈഡിങ്. ഈ ഡാറ്റ ഹൈഡിങ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ പറഞ്ഞ യൂസുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നമുക്ക് ചില ഡാറ്റ എക്സ്റ്റേണൽ യൂസേഴ്സിനെ ഹൈഡ് ചെയ്യണം. അങ്ങനെയുള്ള കേസ് എന്ത് ചെയ്യണം, അതിന് പർട്ടിക്കുലർ ഒരു ഡാറ്റ പ്രൈവസി സെറ്റ് ചെയ്ത് നമ്മളതിനെ മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ 4 യൂസസാണ് നമ്മുടെ പാക്കേജസിനകത്തുള്ളത്. അപ്പോൾ ഈ ജാവ പാക്കേജിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബിൽറ്റ് ഇൻ പാക്കേജ്, രണ്ടാമത് യൂസർ ഡിഫൈൻ പാക്കേജ്. ഈ ബിൽറ്റ് ഇൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള പാക്കേജസ് ആണ്. ലൈക്ക് യൂട്ടിൽ, ലാങ്, AWT ഇങ്ങനെ, അതായത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ജാവ APIs. അതാണ് ഈ ബിൽറ്റ് ഇൻ പാക്കേജസിനുള്ളിൽ വരുന്നത്. യൂസർ ഡിഫൈൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസേഴ്സിന് നമ്മുടെ ഇഷ്ടമുള്ള പോലെ നമ്മൾ പാക്കേജസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് യൂസർ ഡിഫൈൻ പാക്കേജ്. ഇനി ബിൽറ്റ് ഇൻ പാക്കേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ 2 പാക്കേജാണുള്ളത്, ബിൽറ്റ് ഇൻ പാക്കേജും യൂസർ ഡിഫൈൻ പാക്കേജും. അതിൽ ബിൽറ്റ് ഇൻ പാക്കേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ പാക്കേജ് നമ്മുടെ പ്രോഗ്രാംസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ജാവയിലെ JDE, അതായത് ജാവ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിനുള്ളിൽ തന്നെ വരുന്ന കുറച്ച് പാക്കേജസ് അല്ലെങ്കിൽ APIs ഉണ്ട്. അതിനെയാണ് നമ്മൾ ബിൽറ്റ് ഇൻ പാക്കേജസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തൊരു പാക്കേജാണ് യൂട്ടിൽ എന്നൊരു പാക്കേജ്. അതിനുള്ളിൽ വരുന്ന ക്ലാസ്സാണ് സ്കാനർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂട്ടിൽ എന്നുള്ള പാക്കേജിനുള്ളിൽ സ്കാനർ എന്നൊരു ക്ലാസ് മാത്രമല്ല, വേറെ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, അപ്പം എന്താ പറയുക, ഇതിനെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറയാം. ഇപ്പം ഇങ്ങനെയുള്ള ഈ APIsനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാനായിട്ട് വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് java.util.scanner എന്ന് കൊടുക്കുക. അവിടെ യൂട്ടിൽ എന്ന് പറയുന്ന പാക്കേജും സ്കാനർ എന്ന് പറയുന്നത് അതിലൊരു
പർട്ടിക്കുലർ ക്ലാസ് മാത്രമാണ്. അപ്പോൾ ഈ സ്കാനറിനുള്ളിൽ വരുന്ന മെത്തേഡ്സിനെല്ലാം നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലോട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതേസമയം നിങ്ങൾക്ക് യൂട്ടിൽ എന്ന പാക്കേജിലെ മറ്റ് ക്ലാസ്സസ് ഉണ്ടല്ലോ സ്കാനർ പോലെ തന്നെ, അതിനെല്ലാത്തിനും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് java.util.star എന്ന് കൊടുക്കുക. ഈ സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? ഈ പർട്ടിക്കുലർ പാക്കേജിനുള്ളിൽ വരുന്ന എല്ലാ ക്ലാസ്സസും അതുമായി റിലേറ്റ് ചെയ്ത എല്ലാ മെത്തേഡ്സും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ബിൽറ്റ് ഇൻ പാക്കേജസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിൽറ്റ് ഇൻ പാക്കേജ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ നമുക്കിനി യൂസർ ഡിഫൈൻ പാക്കേജിലോട്ട് പോകാം. അതിൻ്റെ പ്രോഗ്രാം അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഈ യൂസർ ഡിഫൈൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസേഴ്സിന് തന്നെ നമ്മുടേതായ രീതിയിൽ പാക്കേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെങ്ങനെ കമ്പയർ ചെയ്യാം, എങ്ങനെ റൺ ചെയ്യാം, അതാണ് നമുക്കിനി കാണാൻ വേണ്ടി പോകുന്നത്. ഈ യൂസർ ഡിഫൈൻ പാക്കേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാക്കേജ് എന്ന കീവേഡ് തന്നെയാണ് നമ്മൾ ജാവയിൽ യൂസ് ചെയ്യുന്നത്. അപ്പം പുറത്തു നിന്ന് പാക്കേജിനെ എങ്ങനെ ആക്സസ് ചെയ്യാം, അത് 3 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഇമ്പോർട്ട് പാക്കേജ് ഡോട്ട് സ്റ്റാർ എന്ന് പറഞ്ഞ് കൊടുക്കാം. രണ്ടാമത് ഇമ്പോർട്ട് പാക്കേജ് ഡോട്ട് ക്ലാസ് നെയിം എന്ന് കൊടുക്കാം. മൂന്നാമത് നമുക്ക് ഫുള്ളി ക്വാളിഫൈഡ് നെയിം തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്താണ് ഈ 3 രീതികൾ, അതെങ്ങനെയാണ് നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റിയത് ഞാൻ അടുത്തായിട്ട് കാണിക്കുന്നത്. സോ നമ്മൾ പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഓൾറെഡി ചെയ്തേക്കുന്നത് പ്രോഗ്രാം തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പാക്കേജ് ക്രിയേറ്റ് ചെയ്യുക, അതായത് ഒരു ഡയറക്ടറി അല്ലെങ്കിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറാണ് മൈ പാക്കേജ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിനുള്ളിൽ നമ്മൾ ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ പേര് ഞാൻ മൈ ക്ലാസ് ഡോട്ട് ജാവ എന്ന് കൊടുത്തിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്യാം. അതിലെൻ്റെ പ്രോഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ പാക്കേജ് സ്പേസ് മൈ പാക്കേജ് എന്ന് കൊടുക്കുക. മീൻസ് ഈ മൈ പാക്കേജ് എന്നുള്ള പാക്കേജിനുള്ളിലാണല്ലോ ഈ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ പർട്ടിക്കുലർ പാക്കേജ് നെയിം കൊടുക്കുക. ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പാക്കേജ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, എന്നിട്ട് ഈ ക്ലാസ്സിനോട് ഞാൻ ജസ്റ്റ് ഒരു പാരാമീറ്ററിനെ മറ്റൊരു ക്ലാസ് വഴി പാസ് ചെയ്ത് കിട്ടുന്നുണ്ട് ഇവിടെ, അതിനെ പ്രിൻറ്റ് ചെയ്യുവാണ്. അതാണ് എൻ്റെ പ്രോഗ്രാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഇമ്പോർട്ട് ചെയ്യുവാണ് ഈ ക്ലാസ്സിനെ നമ്മുടെ ജാവ പ്രോഗ്രാമിലോട്ട്. ഇതാണ് നമ്മുടെ പാക്കേജ് ക്ലാസ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ മൈ പാക്കേജ് എന്നുള്ള പാക്കേജിൻ്റെ പുറത്തായിട്ടാണ് ഞാൻ ആ ക്ലാസ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പേര് പ്രിൻറ്റ് നെയിം ഡോട്ട് ജാവ എന്നാണ്. അത് ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഞാൻ ആദ്യം തന്നെ ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്യുക മീൻസ് നമ്മുടെ ഏത് പാക്കേജിൽ നിന്നാണോ നമ്മുടെ ക്ലാസ്സിനെ ആക്സസ് ചെയ്യേണ്ടത് അതിൻ്റെ പേര് കൊടുക്കുക ഇവിടെ. ഇമ്പോർട്ട് മൈ പാക്കേജ് ഡോട്ട് മൈ ക്ലാസ്. ഇവിടെ മൈ പാക്കേജ് എന്ന് പറയുന്നത് പാക്കേജ് നെയിമും മൈ ക്ലാസ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ പാക്കേജിനുള്ളിലൊരു ക്ലാസ്സുമാണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിലോട്ട് നമുക്ക് ഇൻവോക്ക് ആക്കുക, ഇതിനെ ആക്സസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ബാക്കി ഭാഗത്ത് നമുക്ക് നമ്മുടെ പ്രോഗ്രാം എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇത് മെയിൻ മെത്തേഡാണ്. അതിനുള്ളിൽ ഞാൻ ഒരു നെയിം എന്നൊരു സ്ട്രിങ്ങിനെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ടെക്സ്റ്റ് സ്കൂപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പാക്കേജിനുള്ളിലെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേര് OBJ എന്നാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇൻസ്റ്റൻഷ്യേറ്റ് ചെയ്യുകയാണ് ഒബ്ജക്റ്റ് വെച്ചിട്ട്. ദെൻ ആ ഒബ്ജക്റ്റ് ഡോട്ട് ആ മൈ പാക്കേജിനുള്ളിലെ ആ മൈ ക്ലാസ് എന്ന ക്ലാസ്സിനുള്ളിൽ ഒരു മെത്തേഡാണ് ഗെറ്റ് നെയിംസ് എന്നുള്ളത്. നമ്മളതിനകത്ത് പറഞ്ഞായിരുന്നല്ലോ, അതിൽ നമ്മളൊരു വാല്യൂ റിസീവ് ചെയ്യുകയാണ്. അപ്പം ഇവിടുന്ന് ഈ ടെക്സ്റ്റ് സ്കൂപ്പ് എന്നുള്ള വാല്യൂയാണ് ഞാൻ അങ്ങോട്ട് പാസ് ചെയ്യുന്നത് നെയിം എന്ന പേരിൽ. അപ്പം അതിനെ അവിടെ റിസീവ് ആകുന്നത് കണ്ടോ, എസ് എന്ന പേരിൽ എസ് എന്ന ആർഗ്യുമെൻറ്റ് നെയിമിൽ റിസീവ് ആകുന്നു. അതിനുശേഷം അതിനെ പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇനി നമുക്കിതിനെ എങ്ങനെ കമ്പൈൽ ചെയ്യാം, എങ്ങനെ റൺ ചെയ്യാം അത് കാണാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഈ പാക്കേജിനുള്ളിലെ ക്ലാസ് ഉണ്ടല്ലോ മൈ ക്ലാസ് ഡോട്ട് ജാവ, അതിനെ നമ്മൾ കമ്പൈൽ ചെയ്യണം. മൈ ക്ലാസ് ഡോട്ട് ജാവയെ കമ്പൈൽ ചെയ്തപ്പോൾ അതിൻ്റെ ക്ലാസ് ഫയൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് പോയിട്ട് നമ്മുടെ ഈ പ്രിൻറ്റ് നെയിം ഡോട്ട് ജാവ ഉണ്ടല്ലോ അതിനെ കമ്പൈൽ ചെയ്യണം. അതിനുശേഷം പ്രിൻറ്റ് നെയിം ഡോട്ട് ജാവയെ റൺ ചെയ്യാം. കണ്ടോ, നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടി. ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് മൾട്ടിപ്പിൾ ക്ലാസ്സസിനെ എങ്ങനെ ആക്സസ് ചെയ്യാം പാക്കേജിൻ്റെ കാര്യത്തിൽ. നമ്മൾ മുൻപ് കണ്ട പ്രോഗ്രാമിൽ ഒരു പാക്കേജിനുള്ളിൽ ഒരു പർട്ടിക്കുലർ ക്ലാസ് മാത്രം അതിനെ മാത്രമായിട്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആക്സസ് ചെയ്യുന്നു. അതാണ് കണ്ടത്. ഇനി അടുത്തതായിട്ട് ഒരു പാക്കേജിനുള്ളിൽ ഒന്നിൽ കൂടുതൽ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ ഒരേ സമയം നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും അതാണ് കാണിക്കുന്നത്. നമുക്ക് സെയിം പ്രോഗ്രാമിൽ തന്നെ ചെറിയ ചേഞ്ചസ് വരുത്തി അത്രേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് പഴയ പോലെ ഞാനൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു മൈ പാക്കേജ്. അതുകൊണ്ട് ഞാൻ 2 ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ജാവ ഫയൽസ്. ഒന്ന് നമ്മളുടെ പഴയ പ്രോഗ്രാം തന്നെ,
അതായത് നെയിം റിസീവ് ചെയ്തിട്ട് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. എന്നിട്ട് പാക്കേജ് ക്രിയേറ്റ് മൈ പാക്കേജ് എന്ന് പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇതും മൈ പാക്കേജിനുള്ളിൽ വരുന്നതാണ്. സോ മൈ പാക്കേജ് സ്പേസ് മൈ പാക്കേജ് എന്ന് കൊടുക്കണം. അങ്ങനെ പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് വെൽക്കം എന്ന് പ്രിന്റ് ചെയ്യും ഡിസ്പ്ലേ എന്നുള്ള മെത്തേഡിനകത്ത്. ഇനി നമുക്ക് മെയിൻ പ്രോഗ്രാം കാണാം. അത് പ്രിന്റ് നെയിം ഡോട്ട് ജാവ. അവിടെ പ്രിന്റ് നെയിമിനുള്ളിൽ ഞാൻ ഇതിനുള്ളിൽ മൈ പാക്കേജിലെ 2 ക്ലാസ് ഉണ്ടല്ലോ, ആ 2 ക്ലാസ്സിന് എനിക്ക് ആക്സസ് ചെയ്യണം. അപ്പം അതിനായിട്ട് മൈ പാക്കേജ് ഡോട്ട് സ്റ്റാർ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഡോട്ട് സ്റ്റാറിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ പാക്കേജിനുള്ളിൽ എന്തൊക്കെ ക്ലാസ്സസ് ഉണ്ടോ അതിനെല്ലാം എനിക്ക് ഈ പ്രോഗ്രാമിലോട്ട് എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഡോട്ട് സ്റ്റാർ കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ ഉപയോഗം. ഓക്കെ, എന്നിട്ട് പഴയ പോലെ ഞാൻ ഒരു നെയിം എന്നുള്ള സ്ട്രിംഗ് വേരിയബിളിനകത്ത് ഒരു വാല്യൂവിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ മൈ ക്ലാസ് 2 എന്നുള്ള രണ്ടാമത്തെ ക്ലാസ്സിന് വേറൊരു ഒബ്ജക്റ്റായ OBJ2 എന്നൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ OBJ ഫസ്റ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഈ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള വാല്യൂ പാസ് ചെയ്യാനായിട്ട് മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സെക്കൻഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റായ OBJ2നെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഡിസ്പ്ലേ എന്നുള്ള മെത്തേഡിനെ കോൾ ചെയ്യുന്നു. ഡിസ്പ്ലേക്കകത്ത് എന്താണ് വെൽക്കം എന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. അതാണ് ഡിസ്പ്ലേക്കുള്ളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ ഇതിലോട്ട് കോൾ ചെയ്യുന്നു. ഇതാണ് എൻ്റെ പ്രോഗ്രാം. ഇനി നമുക്ക് ഇത് കമ്പയർ ചെയ്ത് റൺ ചെയ്ത് നമുക്ക് നോക്കാം. അങ്ങനെ 2 ജാവ ഫയലിനെ ഞാൻ കമ്പൈൽ ചെയ്തു. അങ്ങനെ 2 കറസ്പോണ്ടിങ് ക്ലാസ്സസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഫോൾഡർ നോക്കി കാണാനായിട്ട് പറ്റും. ഇനി എന്താണ് ചെയ്യുന്നത്, നോർമലായിട്ട് നമ്മുടെ മെയിൻ മെത്തേഡിൻ്റെ ക്ലാസ്സിനെ നമുക്ക് കമ്പയർ ചെയ്ത് റൺ ചെയ്യാം. നമുക്ക് ഔട്ട്പുട്ട് കിട്ടി ടെക്സ്റ്റ് കോഡ് ആൻഡ് വെൽക്കം. അടുത്തത് പാക്കേജിനെ ആക്സസ് ചെയ്യാനായിട്ട് ഫുള്ളി ക്വാളിഫൈഡ് നെയിം എങ്ങനെ യൂസ് ചെയ്യാം അതാണ് കാണുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ പാക്കേജസിൽ സെയിം നെയിമുള്ള ക്ലാസ്സസ് വരുന്ന സിറ്റുവേഷൻസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ജാവ ഡോട്ട് SQLലും ജാവ ഡോട്ട് യൂട്ടിൽ പാക്കേജസിലും ഡേറ്റ് എന്ന ക്ലാസ് വരുന്നുണ്ട്. ഓക്കെ, അതൊരു എക്സാമ്പിൾ ആട്ടോ. അതുപോലെ നമുക്ക് നമ്മുടെ യൂസർ ഡിഫൈൻഡ് പാക്കേജിനുള്ളിൽ അങ്ങനെ സിറ്റുവേഷൻസ് വരാം. അപ്പോൾ ആ കേസിലാണ് നമ്മൾ ഈ ഫുള്ളി ക്വാളിഫൈഡ് നെയിം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. അതിനായിട്ട് പഴയ പ്രോഗ്രാം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ മൈ പാക്കേജ് എന്നൊരു ഡയറക്ടറി ഉണ്ട്. അതിനുള്ളിൽ മൈ ക്ലാസ് ഡോട്ട് ജാവ ഉണ്ട്. അതിന് പഴയ പോലെ തന്നെ ആ നെയിം റിസീവ് ചെയ്ത് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, ദെൻ നമ്മുടെ മെയിൻ ക്ലാസ്സിൽ വരുന്നു പ്രിന്റ് നെയിം ഡോട്ട് ജാവ. അതിനുള്ളിൽ അതുപോലെ തന്നെ ഞാൻ ഒരു നെയിം എന്നൊരു സ്ട്രിംഗ് വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെയാണ് ഈ ഫുള്ളി ക്വാളിഫൈഡ് നെയിം യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ മൈ ക്ലാസ് എന്നുള്ള ക്ലാസ്, അത് പാക്കേജിനുള്ളിൽ വരുന്ന ക്ലാസ്, അതിനെ കൊടുത്തിരിക്കുന്നത് ആ പാക്കേജ് നെയിം ഡോട്ട് ആ ക്ലാസ് നെയിം ആണ്. അപ്പം മൈ പാക്കേജ് എന്നാണ് ആ പാക്കേജ് നെയിം. സോ അതർ ഡോട്ട് അതിനുള്ളിലെ ക്ലാസ് നെയിമായ മൈ ക്ലാസ്. ദെൻ ഒബ്ജക്ട് നെയിം ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. അതിനുശേഷം ന്യൂ, പിന്നെ വീണ്ടും ആ സെയിം ഫോർമാറ്റിന് മൈ പാക്കേജ് ഡോട്ട് മൈ ക്ലാസ്. ഓക്കെ, ദെൻ നോർമലായിട്ട് നമ്മുടെ മെത്തേഡിനെ കോൾ ചെയ്യുന്നു OBJ ഡോട്ട് ഗെറ്റ് നെയിംസ് ഓഫ് നെയിം. ഇനി ഇതിനെ നമുക്ക് കമ്പൈൽ ചെയ്യാം, റൺ ചെയ്യാം. കമ്പൈൽ റൺ ചെയ്യുന്ന പഴയ പോലെ സെയിം രീതിയിൽ തന്നെ. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. നെക്സ്റ്റ് ആക്സസ് മോഡിഫയേഴ്സ് ഇൻ ജാവ. ആക്സസ് മോഡിഫയേഴ്സ് നമ്മൾ ജാവയിൽ യൂസ് ചെയ്യുന്നത് മെത്തേഡ്സിൻ്റെയും ഫീൽഡിൻ്റെ അതായത് വേരിയബിൾസിൻ്റെ, കൺസ്ട്രക്ടറിൻ്റെ, ക്ലാസിൻ്റെ ഒക്കെ അതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൈവസി സെറ്റ് ചെയ്യാൻ നമ്മൾ ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് എവിടെയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ക്ലാസ്സിന് അതിന് ആക്സസിബിലിറ്റി ഉണ്ടാകും, അതെവിടെയൊക്കെ എനിക്ക് എടുക്കാനായിട്ട് ഒരു പെർമിഷൻ ഉണ്ട്, ഇതൊക്കെ സെറ്റ് ചെയ്യാൻ നമ്മൾ ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ജാവയിൽ നമുക്ക് 4 ആക്സസ് മോഡിഫയേഴ്സ് ആണുള്ളത്. 1 പ്രൈവറ്റ്, 2 ഡിഫോൾട്ട്, 3 പ്രൊട്ടക്റ്റഡ്, 4 പബ്ലിക്. ഓക്കെ, ഇനി ഓരോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനൊരു മോഡിഫയർ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ ക്ലാസ്സിനുള്ളിൽ മാത്രമേ അതിൻ്റെ ആക്സസ് ലെവൽ ഉണ്ടായിരിക്കത്തുള്ളൂ. അതിൻ്റെ പുറത്തോട്ട് നമുക്ക് അതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, പ്രൈവറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് തന്നെ. രണ്ടാമത്തെ ടൈപ്പാണ് ഡിഫോൾട്ട്. ഈ ഡിഫോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പം ഒരു മോഡിഫയേഴ്സും കൊടുത്തിട്ടില്ല എങ്കിൽ ബൈ ഡിഫോൾട്ട് അത് ഡിഫോൾട്ട് മോഡിഫയർ ആയിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിന് പുറത്തോട്ടുണ്ട്, അതായത് ആ പാക്കേജിനുള്ളിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും, അതാണ് ഡിഫോൾട്ട്.
മൂന്നാമത്തെയാണ് പ്രൊട്ടക്റ്റഡ്. ഈ പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിതിൻ ദ പാക്കേജും ഔട്ട്സൈഡ് ദ പാക്കേജും നമുക്ക് തന്നെ കിട്ടും. പക്ഷേ ഒരു കണ്ടീഷൻ എന്താണ്, ഓൺലി ത്രൂ ചൈൽഡ് ക്ലാസ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ഇങ്ങനെ വിതിൻ ദ ക്ലാസ്സും വിതിൻ ദ പാക്കേജും ഔട്ട്സൈഡ് ദ പാക്കേജും ആ പർട്ടിക്കുലർ ക്ലാസ് അല്ലെങ്കിൽ വേരിയബിളിലെ കൺസ്ട്രക്റ്റിനെയൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആണ് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ. നാലാമതാണ് പബ്ലിക് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് ഗ്ലോബൽ ആക്സസ് കിട്ടും. അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും വിതിൻ ദ ക്ലാസ്, ഔട്ട്സൈഡ് ദ ക്ലാസ്, വിതിൻ ദ പാക്കേജ്, ഔട്ട്സൈഡ് ദ പാക്കേജ് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പബ്ലിക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇത് പ്രൈവറ്റ് ആക്സസ് മോഡിഫയറിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 2 ക്ലാസ്സാണുള്ളത്. ഒന്നിൻ്റെ പേര് ക്ലാസ് എ, രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ പേര് പ്രൈവറ്റ് ഡെമോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിലാണ് മെയിൻ മെത്തേഡ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എയ്ക്കകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലാസ് എയ്ക്കുള്ളിൽ 2 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഒരു ഇൻറ്റീജർ വേരിയബിളായ വാൽ എന്നൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനെ ഇൻസ്റ്റൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് 20 എന്നൊരു വാല്യൂ കൊടുത്തിട്ടാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രൈവറ്റ് ആണ് അതിൻ്റെ ആക്സസ് മോഡിഫയർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഞാൻ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആക്സസ് മോഡിഫയർ പ്രൈവറ്റ് ആണ്. ആ മെത്തേഡിൻ്റെ പേര് MSG മെസ്സേജ് എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. അതിൽ ഞാൻ ജസ്റ്റ് ഹലോ ജാവ എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഇതാണ് ക്ലാസ് എ. ഇനി ഈ പ്രൈവറ്റ് ഡെമോയ്ക്കുള്ളിൽ ഞാൻ വോയിഡ് മെയിൻ, അതായത് മെയിൻ മെത്തേഡാണ് കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിൽ ഞാൻ ഈ എ എന്നുള്ള ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. OBJ എന്നാണ് പേര്. അതിനുശേഷം നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഈ പർട്ടിക്കുലർ വാല്യൂ ഉണ്ടല്ലോ, ഈ വാല്യൂ എന്ന് കൊടുത്തിരിക്കുന്നത്, അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ആ വാല്യൂവിനെ പ്രിൻറ്റ് ചെയ്യുന്നു. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ഈ മെസ്സേജ് MSG എന്നുള്ള മെത്തേഡിനെ കോൾ ചെയ്യുകയാണ്, obj.msd. സോ ഹലോ ജാവ എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് വരാനായിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാം. റൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നതാണിത്. ഇവിടെ നമുക്ക് കാണാം 2 കമ്പൽ ടൈം എറേഴ്സ്. എന്തൊക്കെയാണത്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വാൽ ഹാസ് പ്രൈവറ്റ് ആക്സസ് ഇൻ എ, കാരണം പ്രൈവറ്റ് ആണ് എൻ്റെ ആക്സസ് മോഡിഫയർ. സെക്കൻഡ് എറർ എന്താണ്? MSD ഹാസ് പ്രൈവറ്റ് ആക്സസ് ഇൻ എ. അതും രണ്ടുമാണ്, അതായത് പ്രൈവറ്റ് ആക്സസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ക്ലാസ് എ എന്നുള്ള ഇതിനുള്ളിൽ മാത്രമേ നമുക്ക് ഈ പർട്ടിക്കുലർ മെത്തേഡിനെയും ഈ വേരിയബിൾ അല്ലെങ്കിൽ ഡാറ്റയെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഔട്ട്സൈഡ് ദ ക്ലാസ് പോസിബിൾ അല്ല. അതാണ് പ്രൈവറ്റ് ആക്സസ് മോഡിഫയർ. അടുത്തത് ഡിഫോൾട്ട് ആക്സസ് മോഡിഫയർ ആണ്. സോ ഡിഫോൾട്ട് ആക്സസ് മോഡിഫയറിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഔട്ട്സൈഡ് ദ ക്ലാസ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആ ക്ലാസ്സുകളെല്ലാം തന്നെ സെയിം പാക്കേജിനുള്ളിലായിരിക്കണം. ഔട്ട്സൈഡ് ദ പാക്കേജ് പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ആക്സസ് മോഡിഫയർ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് അത് ഡിഫോൾട്ട് ആക്സസ് മോഡിഫയർ ആയിരിക്കും അത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, pack 1 എന്ന് പറഞ്ഞ്. അതിനുള്ളിൽ a.java എന്നൊരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിലെ ക്ലാസ്സിനുള്ളിൽ ഞാൻ ജസ്റ്റ് ഒരു MSG എന്നൊരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഞാൻ ആക്സസ് മോഡിഫയർ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ അത് ഡിഫോൾട്ട് ആയിരിക്കും. ഇത് നമുക്ക് നമ്മുടെ പ്രോഗ്രാം മെയിൻ മെത്തേഡിൻ്റെ പ്രോഗ്രാമാണിത്. അത് ഞാൻ B എന്ന ക്ലാസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അത് pack 2 എന്നൊരു പാക്കേജ് അതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ A എന്നുള്ള ക്ലാസ് ഉണ്ടല്ലോ, അതായത് pack 1 ഉണ്ടായിരുന്നേ, അതിന് ഞാൻ ഇതിലോട്ട് ആക്സസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന A _ OBJ = new A എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് നെക്സ്റ്റ് ലൈനിൽ ഞാൻ ആ object.msd, അതായത് ആ മെത്തേഡിനെ കോൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. സോ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഈ രണ്ടും 2 ഡിഫറെൻറ്റ് പാക്കേജസിലാണ് ഉള്ളത്. ഇനി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് കമ്പൽ ടൈം എററാണ്. സോ ഫസ്റ്റ് എറർ എന്ന് പറഞ്ഞാൽ A is not public in pack 1, cannot be accessed from outside package. അതുപോലെ രണ്ടാമത്തെ എറർ A is not in pack 1, cannot be accessed from outside the package. സോ ഈ 2 എററാണ് നമുക്കവിടെ വന്നിരിക്കുന്നത്. നമുക്ക് അതായത് ഡിഫോൾട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഔട്ട്സൈഡ് ദ പാക്കേജ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതാണ് ഡിഫോൾട്ട് ആക്സസ് മോഡിഫയർ. നെക്സ്റ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ആക്സസ് മോഡിഫയർ. ഈ പ്രൊട്ടക്റ്റഡ് ആക്സസ് മോഡിഫയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഔട്ട്സൈഡ് പാക്കേജും ഇൻസൈഡ് പാക്കേജും എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമുക്ക് എൻ്റെ ചൈൽഡ് ക്ലാസ് വഴി മാത്രമേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കണ്ടീഷൻ. അപ്പോൾ ആ പ്രോഗ്രാമൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ a.java എന്നൊരു ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് pack 1 എന്ന് വരുന്ന പാക്കേജിനുള്ളിലാണ് വരുന്നത്. അതിനുള്ളിൽ ഞാൻ ജസ്റ്റ് MSG മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഞാനിവിടെ ഈ ക്ലാസ്സിൻ്റെ
മോഡിഫയർ ആയിട്ടും പബ്ലിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മെസ്സേജ് എന്നുള്ള MSG എന്നുള്ള മെത്തേഡിൻ്റെ മോഡിഫയറിൻ്റെയും പ്രൊട്ടക്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ ബി എന്നൊരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഔട്ട്സൈഡ് ദ പാക്കേജ് ആണ്. എന്നിട്ട് ഞാൻ ആ പാക്ക് 1-ലെ എല്ലാ ക്ലാസ്സിനെയും ഇൻക്ലൂഡിങ് ദിസ് എ എന്ന് പറയുന്ന ക്ലാസ്സിനെയും കൂടെ ആക്സസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇമ്പോർട്ട് പാക്ക് 1.star എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഇതാണ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, ക്ലാസ് ബി എക്സ്റ്റെൻസ് എ. ദാറ്റ് മീൻസ് ക്ലാസ് ബി ഇസ് ചൈൽഡ് ക്ലാസ് ഓഫ് എ. ഇപ്പോൾ ഇവിടെ ബി എന്നുള്ള ക്ലാസ് എയുടെ ചൈൽഡ് ക്ലാസ് ആയി. സോ എയ്ക്കുള്ളിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വേരിയബിൾസിൻ്റെയും ഡേറ്റയെ നമുക്ക് ബി എന്നുള്ള ക്ലാസ്സിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ബി എന്നുള്ള നമ്മുടെ ഈ കറണ്ട് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് OBJ1 എന്നാണ് ഒബ്ജക്റ്റ് നെയിം. അതിനുശേഷം ഈ MSG എന്നുള്ള മെത്തേഡ് നെയിം ഉണ്ടല്ലോ, അതായത് എ എന്നുള്ള ക്ലാസ്സിലെ, അതിനെ ആക്സസ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ കമ്പയർ ചെയ്തു, എററൊന്നുമില്ല. അതിനുശേഷം റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹലോ എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്ത് കിട്ടി. ഇതാണ് പ്രൊട്ടക്റ്റഡ് ആക്സസ് മോഡിഫയർ. അടുത്തതാണ് പബ്ലിക് ആക്സസ് മോഡിഫയർ. പബ്ലിക് ആക്സസ് മോഡിഫയർ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻസൈഡ് ദ പാക്കേജ്, ഔട്ട്സൈഡ് ദ പാക്കേജ്, ഇൻസൈഡ് ദ ക്ലാസ്, ഔട്ട്സൈഡ് ദ ക്ലാസ്, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വേരിയബിൾസിനെയും ഇൻ്റർഫേസിനെയും പിന്നെന്താ ക്ലാസ്സസിനെയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ എക്സാമ്പിളാണിത്. അതിനായിട്ട് നമ്മുടെ സെയിം പ്രോഗ്രാം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. A.Javaയിൽ ഞാൻ അതിൽ MSG എന്നുള്ള ആ മെത്തേഡിൻ്റെ ആക്സസ് മോഡിഫയറിൻ്റെ പബ്ലിക്കാണ് കൊടുത്തിരിക്കുന്നത്. ക്ലാസ് പബ്ലിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബി എന്നുള്ള ക്ലാസ് അതിൽ നമ്മൾ പ്രൊട്ടക്റ്റിനകത്ത് നമ്മൾ എക്സ്റ്റെൻസ്, അതായത് എൻ്റെ ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളതിനെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് പബ്ലിക് ആയതുകൊണ്ട് ചൈൽഡ് ക്ലാസ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂസിനെ കിട്ടും. സോ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക മാത്രം ആ പർട്ടിക്കുലർ പാക്കേജിനെ. അതിനുശേഷം ആ എ എന്നുള്ള ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു OBJ എന്ന് പറഞ്ഞ്, എന്നിട്ട് അതാ ഡോട്ട് ആ മെത്തേഡിന് MSG എന്നുള്ള കൊടുത്തു. റൺ ചെയ്ത് കഴിഞ്ഞപ്പം MSGക്കകത്ത് ഹലോ എന്നുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്ത് കിട്ടി. ഇതാണ് പബ്ലിക് ആക്സസ് മോഡിഫയർ.